പ്രിയമുള്ളവർ, നമ്മളിലുള്ള ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയതൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. അതിങ്ങനെയാണ്: മറ്റൊരു വ്യക്തിയിൽ നാം കണ്ടെത്തുന്ന തീയതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ, അവനിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ, അവനിൽ സംഭവിക്കുന്ന തെറ്റുകൾ, അത് എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മോഹമാണ് ജനങ്ങളിലുള്ളത്, മനുഷ്യരിലുള്ളത്. നേരെ മറിച്ച് അങ്ങനെ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ, അവന്റെ വിജയങ്ങൾ, അവന്റെ നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. അതിൽ നമ്മൾ പരാജിതരാണ്. ചുരുക്കി പറഞ്ഞാൽ, തിന്മയെ അല്ലെങ്കിൽ മറ്റുള്ളവനെ താഴ്ത്തിക്കെട്ടാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവനായിട്ട് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തും. എന്നാൽ മറ്റുള്ളവരെ ഒന്ന് ഉയർത്താൻ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാറില്ല. അതാണ് നമ്മുടെ കുഴപ്പമെന്ന് പറയുന്നത്. തെറ്റിനെ തെറ്റായി കണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ച് അവരിലും ഈ പറയപ്പെട്ട വ്യക്തിയെ തെറ്റുകാരനാക്കി പ്രചരിപ്പിച്ച് അവനെ ഒട്ടും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മളൊക്കെ. എന്നാൽ സ്നേഹത്തോടെ, വളരെ ലാളനയോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രിയമുള്ളവരെ, തെറ്റില്ലാത്ത ആരോ ഉള്ളേ, പ്രശ്നങ്ങളില്ലാത്ത ആരോ ഉള്ളേ, പരിമിതികളില്ലാത്ത ആരോ ഉള്ളേ, പരാജയങ്ങൾ സംഭവിക്കാത്തത് ആരോ ഉള്ളേ? എത്ര വലിയ വീരനാണെങ്കിലും, എത്ര വലിയ പരാക്രമശാലിയാണെങ്കിലും പരാജയങ്ങൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. ആരും പൂർണ്ണരല്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണരാകാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ തെറ്റുകളെ പ്രചരിപ്പിക്കാൻ നമ്മളിങ്ങനെ എത്ര കഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവന്റെ നന്മയെ, മറ്റുള്ളവന്റെ നല്ലതിനെ, മറ്റുള്ളവന്റെ നല്ല വശങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതല്ലേ വലുത്? ഞാനിങ്ങനെ ചിന്തിച്ചു പോവുക, ദൈവം എന്ന് പറയുന്ന ഒരു പരമാർത്ഥം, ദൈവം നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ ഇരുന്നിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേർക്ക് നേരെ നിൽക്കാൻ കഴിയും? നമ്മളിൽ എത്ര പേർക്ക് മാന്യമായി നിൽക്കാൻ കഴിയും? അതാ ഞാൻ ആദ്യം പറഞ്ഞ, തെറ്റില്ലാത്ത ആരുമില്ല. ഒരു മനുഷ്യനും പൂർണ്ണരല്ല. പൂർണ്ണരാകാൻ ഈ ലോകത്തിൽ നമുക്ക് ആർക്കും കഴിയത്തില്ല. അതിന് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ നമുക്ക് പൂർണ്ണരാകാൻ കഴിഞ്ഞില്ലെങ്കിലും പൂർണ്ണരല്ലാത്ത ആളുകളെ മറ്റുള്ളവരിലേക്ക് തെറ്റുകാരായി കാണിക്കാൻ നമ്മൾ ചെയ്യുന്ന അധ്വാനം, അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം ഒന്ന് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ നന്മയെ കണ്ടെത്താനുള്ള ശ്രമവും ആ നന്മയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമവും എന്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതെത്ര നല്ലതാണ്. ഞാനിത് സംസാരിക്കുമ്പോൾ ഞാനും എന്റെ കേൾവിക്കാരായ നിങ്ങളും ഒത്തിരി വിദൂരത്തല്ല. ഞാനും നിങ്ങളും ഒരുമിച്ച് എന്നിലുള്ള സ്വഭാവം കൂടി ഞാൻ പറയണത്. ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ടോ, ഞാൻ വേറൊരാളായിട്ടോ, ഞാൻ പൂർണ്ണരായിട്ടോ അല്ല ഇത് സംസാരിക്കുന്നത്. നമ്മളൊക്കെ ഈ വിഷയത്തിൽ പരാജിതരാണ്. നമ്മളിലൊക്കെ ഈ വിഷയത്തിൽ ഒത്തിരി തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളവരാണ് എന്നുള്ള യാഥാർത്ഥ്യം പൂർണ്ണമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉള്ള നാളുകളിലും നമുക്ക് മാറിക്കൂടെ? എത്രയോ കലാപങ്ങൾ, എത്രയോ അനിഷ്ട സംഭവങ്ങൾ, എത്രയോ മാരകമായ പ്രശ്നങ്ങൾ അത് പെട്ടെന്ന് സംഭവിച്ച് എത്രയോ ആളുകളാണ് പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. ആ മാറ്റപ്പെട്ടു പോകുന്ന ആളുകളിൽ ഒരാളായിട്ട് ഞാനും നിങ്ങളും മാറേണ്ട സാഹചര്യം ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരിൽ ഒരാളാകാതിരുന്നത് എന്റെയും നിങ്ങളുടെയും കഴിവല്ല, സാമർഥ്യമല്ല, നമ്മുടെ ഒരു മിടുക്കുമല്ല, മറിച്ച് ദൈവത്തിന്റെ ഒരു കരുണയാണ്. അതുകൊണ്ട് കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ, സ്നേഹത്തിൽ നമ്മൾ നിലനിർത്തുന്ന ദൈവത്തിന്റെ ആ കരുണയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ദൈവം തെറ്റ് ചൂണ്ടിക്കാണിക്കുകയല്ല, അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തി അവനെ നല്ലതിലേക്ക്, നല്ല പാതയിലേക്ക് നടത്താൻ നമ്മെ ശ്രമിക്കുന്നത് പോലെ ഈ നാടുകളിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി അതിനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാൻ ഞാനും നിങ്ങളും കഴിക്കുന്ന സമയത്തിൽ നിന്ന് വ്യത്യസ്തരായിട്ട് മറ്റുള്ളവരുടെ നന്മയെ കണ്ടെത്തി അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് അവരുടെ നന്മയെ കുറിച്ച് എത്തിക്കുവാനുള്ള ഒരു ശുഭവാർത്തയുമായിട്ട്, ഒരു സുവാർത്തയുമായിട്ട് പോകാൻ
എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ നിർത്തുന്നു. ദൈവം അതിനുവേണ്ടി നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ.